നോമ്പും തലേന്നൊക്കെ ആയിട്ട് എത്താണ്ടാണ് എല്ലാവർക്കും പരിപാടി. ഇന്ന് ഞാനിപ്പോൾ ഏതായിട്ടും മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരുവായിട്ട് ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഉച്ചക്കാണ് പണി ഇന്ന്. രാവിലത്തെ ചായയുടെ കഴിഞ്ഞായിട്ട് മുറ്റത്തുള്ള മുരിങ്ങാക്കാലിൻ്റെ ചോട്ടിലേക്ക് നേരെ ഇറങ്ങിയിട്ട് ഒരു തോട്ടി എടുത്തിട്ട് അതിനകത്ത് അതിലൊന്നും ഇല്ല മുരിങ്ങാ മരത്തുമ്മൽ. നാലും ഉള്ളതിനോണ്ട് നമുക്കൊരു ചാറ്റിൻ്റെ വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറേയൊക്കെ പോത്ത് കൊഞ്ഞാടിയ നേല അതിൽ കണ്ട് ഞങ്ങൾ പോത്തതും പച്ചയൊക്കെ ആയിട്ട് ഏതായിട്ടും ഞാൻ കുറച്ച് പറിച്ചുണ്ടാക്കിട്ടോ. പിന്നെ ഒരു മോറും പാലിയായിട്ട് മുറ്റത്ത് അവിടെ കുത്തിരുന്നിട്ടോ. അങ്ങോട്ട് അയിമെന്ന് മുഴുവൻ ഊരിണ്ടാക്കി കട്ടുണ്ടോയെന്നൊക്കെ നല്ലോണം നോക്കണം കേട്ടോ. മുരിങ്ങൻ്റെ ഇല ഊരുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ പള്ളക്ക് വലിയ സുഖം ഉണ്ടാവില്ല കേട്ടോ ഇത് തിന്നുമ്പോൾ. മണ്ണാത്തന്മാരും പ്രാണികളും ഒക്കെ ആയിട്ട് ഓരോരോ ജന്തുക്കൾ ഉണ്ടാവേണ്ടത് ഇതിന്മേൽ. അപ്പം നല്ലോണം നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഊരുക. സാധനം നമ്മളെ തടിക്കൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. കുറച്ച് നേരം ഊരിയപ്പോത്തിന് എൻ്റെ ഊറ്റാൻ കഴിഞ്ഞിട്ടോ. പിന്നെ ഞാൻ താത്തനോട് ഊരാൻ പറഞ്ഞ് ആ നേരത്തെ ഞാൻ ഏതായിട്ടും തീക്കിടാൻ വേണ്ടിയിട്ടുള്ള ചക്കക്കുരു തൊലിച്ചുണ്ടാക്കാമെന്ന് കരുതിട്ടോ. ഈ ചക്കക്കുരുവിൻ്റെ വർത്താനം പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. 3-4 ഇളയന്മാരടുത്തും തറവാട്ടിലും ഒക്കെ പോയി ഞാൻ ചോദിച്ചിട്ട് ചക്കക്കുരു കിട്ടിയിട്ടോ ചാറ്റിൻ്റെ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പിന്നെ അമ്മായിൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അമ്മായി പറഞ്ഞു അവിടെ പോത്തൊക്കെ വീണുണ്ടായിന് താഴത്ത് അവിടെ പോയോക്ക് എറിഞ്ഞിട്ടോ. അപ്പോൾ ആ പിലാവിൻ്റെ ചോട്ട് പോയിട്ട് ഞാൻ പൊറുക്കിയിട്ട് വന്നതാണ് കേട്ടോ ഈ ചക്കക്കുരു. നോമ്പായപ്പോൾ ഏതായിട്ടും നമുക്ക് ഉച്ചയ്ക്കത്തെ ചാറ്റിൻ്റെ വെള്ളമൊന്നും ഉണ്ടാക്കി ചോറുന്നാൻ കഴിയൂല. അപ്പോൾ എന്തെങ്കിലും ഒരു താളിപ്പേ ഉണ്ടാവുള്ളൂ. താത്ത മുരിങ്ങൻ്റെ ഇല ഊരണ നേരം കൊണ്ട് ഞാനിതാ ചക്കക്കുരു മുഴുവൻ വെച്ചേക്ക് തൊലിച്ച് നന്നാക്കിട്ടോ. തൊലിച്ചാൻ കുറച്ചൊരു പണിയുണ്ട് പോത്തൊക്കെ ആയതുകൊണ്ട്. മറ്റേ പഴഞ്ചക്ക ബ്ലാമ്പിളിയായി വീണതേനി. അപ്പോൾ അത് കിളുമ്പി ഇങ്ങനെ പോകുന്നുണ്ട് കജ്ജിന്ന്. അങ്ങനെ ചാറ്റിക്കിടാൻ വേണ്ടിയിട്ടുള്ള ചക്കക്കുരു തൊലിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് നേരെ കുറച്ച് ചക്കക്കുരു ചുടാൻ വേണ്ടിയിട്ട് അടുപ്പൊക്കെ ഇട്ടിട്ടോ. ഇത് ചുട്ടെടുക്കണം നമുക്ക്. ആ കണലിൽ ഇങ്ങനെ ചുട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇട്ടത് തിന്നാൻ വേണ്ടി. നല്ല പൊടിയുള്ള ചക്കക്കുരും കൂടി ആണെങ്കിൽ പറയേണ്ടി വരില്ല. പണ്ടൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് കുറേ ചുട്ട് തിന്നലൊക്കെ ഉണ്ടായിട്ടോ. ഇപ്പോഴുള്ള കുട്ടികൾക്ക് പിന്നെ ജാതി പരിപാടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം കണലിലിട്ടാട്ട് ചുട്ടെടുത്തിട്ടോ. ഉച്ചയ്ക്ക് കരിയായി വന്നപ്പോൾ ഞാനിങ്ങനെ അടുപ്പിൽ തോണ്ടി ഇങ്ങോട്ട് തന്നെ എടുത്ത്. ചക്കക്കുരു ചുട്ടുന്നോലും വറുത്ത് തിന്നോലും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടോ. അങ്ങനെ മുഴുവൻ ഞാൻ തോണ്ടിയാട്ട് ഇത് അവർ ചെറിയ മുറത്തേക്കാക്കിയിട്ട് അങ്ങോട്ട് പിന്നെ അവിടെ കുത്തിരുന്ന് ആദ്യം കുട്ടിക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചതിന് കേട്ടോ. അപ്പോഴത്തെ ഐറ്റങ്ങളെ സ്കൂൾ വണ്ടി എന്നാട്ടോ അതിൻ്റെ പാഞ്ഞ് പോയിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് തിന്നാന്ന് കേട്ടോ. അതൊക്കെയാണ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ നല്ലോണം വെന്ത് വന്നതിന് കേട്ടോ. നല്ല പൊടിയുള്ള ചക്കക്കുരു. അങ്ങനെ ചക്കക്കുരു ചുട്ടതുമ്പോൾ ഒരു ഗ്ലാസ് ചായൻ്റെ വെള്ളമായിട്ട് കുറച്ച് നേരം അവിടെ കുത്തിരുന്നിട്ടോ. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചക്കക്കുരു മുഴുവൻ നടു കീറാൻ വേണ്ടിയിട്ട് ഒരുങ്ങൽ എടുത്തിട്ടോ. അങ്ങനെ നമ്മളെ ചക്കക്കുരു മുഴുവൻ നടു കീറിയായിട്ട് 2 കണ്ടാക്കി മാറ്റിട്ടോ. അങ്ങനെ നമ്മളെ ചക്കക്കുരു മുരിങ്ങൻ്റെ ഇലയൊക്കെ ഫുള്ള് കക്കി മോറി നല്ലോണം സെറ്റാക്കി ഉണ്ടാക്കിട്ടോ. അത് കഴിഞ്ഞാൽ ചാറ്റിക്കിടാൻ വേണ്ടിയിട്ടുള്ള പച്ചവെള്ളം എടുത്താട്ട് ഉച്ചയ്ക്ക് നടു കീറിയാട്ടോ വൈക്കിട്ടിട്ടോ. കത്തിൻ്റെ ഒരു മൂർച്ചയാണേ പറയണ്ട. എത്ത് വെട്ടിയാലും മുറിയില്ല. ഇവിടുത്തെ ഒരു കത്തി എന്നും അണച്ചാൻ കൂട്ടൽ തന്നെ നാളും മൂർച്ചാൻ വെക്കൂല്ല. അപ്പം നമ്മളെ ചാറ്റിൻ്റെ വെള്ളം ഉണ്ടാക്കാനുള്ള മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരും ഒക്കെ ഇവിടെ റെഡി ആയിട്ടോ. ഇനി ചാറ്റിൻ്റെ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ആദ്യം അടുപ്പത്തുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ കുടുക്കട് മാറ്റി വെച്ചാട്ട് ഞാൻ എൻ്റെ ചാറ്റിൻ ചട്ടിയോട് വെച്ചിട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് പിന്നെ ആ വെളുക്കുമേ തിരിച്ചെത്തിച്ചാട്ടതാ കുറച്ച് ഓലോടിയും അതേപോലെ കുറച്ച് ബെറുംകൊള്ളിയൊക്കെ എടുത്താട്ട് അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടോ. നല്ലോണം മൂട്ടിക്കാക്കിയായിട്ട് കത്തിച്ചു കൊടുത്ത് അടുപ്പിൻ്റെ പൂതലൊടിച്ച ബെറുംകൊള്ളി ആയതുകൊണ്ട് വേഗം കത്തി പിടിച്ചോളൂട്ടോ. ഇനി ഈ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴത്ത് കുറേ കമൻറ്റ് വരാൻ മതി കേട്ടോ. എൻ്റെ അവിടെ വേറെ ആരും ഇല്ലേ എല്ലാ പണിയും തന്നെയാണല്ലോ എടുക്കലെന്നൊക്കെ. അല്ല കേട്ടോ ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും എല്ലാ പണി എടുക്കും കേട്ടോ. ഞാൻ എടുക്കാൻ പോതിയുള്ളതൊക്കെ ഞാൻ എടുക്കുകയൊക്കെ ഒരു രസമല്ലേ. അതിൻ്റെ ഇടയിൽ ഞാനും ഉച്ചയ്ക്കത്തെ ഓരോ പണിയൊക്കെ എടുക്കും. ഇഷ്ടമാണ് ഉച്ചയ്ക്കത്തെ പണിയൊക്കെ എടുക്കാൻ. അതൊക്കെ നമുക്കൊരു ഊറ്റല്ലേ. അതിൻ്റെ ഇടയിൽ വേറെ വർത്താനം പറഞ്ഞിട്ട് നമ്മളെ ചാറ് വേറെ വഴിക്ക് പോയോ. തീമേ വെച്ച ചട്ടി ചൂടായി വന്നപ്പോൾ അതിൽ കുറച്ച് വെള്ളം പാർന്നിട്ട് ഞാൻ അതിക്ക് ചക്കക്കുരു ഇട്ടെടുത്തിട്ടോ. അങ്ങോട്ട് പിന്നെ കീറി വെച്ച പച്ചവെള്ളം ഇട്ടെടുത്ത് കുറച്ച് ഇപ്പം പൊടി ഇട്ടെടുത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടെടുത്തിട്ടോ. ഞാൻ കുറച്ച് നേരം മൂടി വെച്ചാട്ട് നല്ലോണം തിളപ്പിച്ച് വേവിച്ച് ഉണ്ടാക്കണം കേട്ടോ. ചില ചക്കക്കുരുവിന് നല്ല വേവ് ഉണ്ടാവും. ഇത് കുറച്ചൊക്കെ ഒരു വേവുള്ള ചക്കക്കുരുവാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മൂടി വെച്ചാട്ട് പിന്നെ അവത്ത് കയറി പോയപ്പം പറഞ്ഞിട്ടോ പൂളായി ആണെങ്കിൽ എടുത്തതെന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ നേരെ ഒരു ബസ് എടുത്തായിട്ട് വിളമ്പിട്ടോ. തലേന്നത്തെ അയില ചാറും ഉണ്ടായിന്. നല്ല രസമുണ്ട് കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. ഈ അടുപ്പത്ത് തന്നെ കുത്തിരുന്നാട്ട് ഞാനിങ്ങനെ തിന്നിട്ടോ. എന്നാൽ പിന്നെ തീക്കൊള്ളി മൂട്ടിക്കാക്കാനൊക്കെ പിന്നെ ഇങ്ങനെ നടന്ന് വരണ്ടല്ലോ. ഇവിടെ നിന്ന് കുത്തിരുന്ന് തിന്നാണെങ്കിൽ കജ്ജോണ്ട് ഇങ്ങനെ മൂട്ടിക്കാക്കി എടുത്താൽ മതിയല്ലോ. അടുപ്പത്ത് കുത്തിരുന്ന് തിന്നുമ്പോൾ നമ്മളെ മൂട് കരിയാതെ മാണ്ടി വരും കേട്ടോ നമ്മൾ നോക്കുക. തീറ്റ കഴിഞ്ഞാൽ പിന്നെ നേരെ ആ മണ്ടത്ത് വന്നാട്ട് തുറന്ന് നോക്കിയിട്ടോ. അപ്പോൾ നല്ലോണം തളച്ച് വന്നതിന് കേട്ടോ. ഇനി ചക്കക്കുരു നല്ലോണം അങ്ങനെ വെച്ചേക്ക് കുത്തി കുത്തി ഉടച്ചുണ്ടാക്കണേ. ആ കയ്യിലിൻ്റെ കണോണ്ട് ഞാൻ നല്ലോണം അമർത്തി കുത്തി ഉണ്ടാക്കിട്ടോ. ഈ ചക്കക്കുരു കുറച്ചൊരു ബേവുള്ള ജാതിയാന്ന് തോന്നുന്നുണ്ട്. ഉടഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഒടോനിൻ്റെ എല്ലാ ശക്തി ഇട്ടിട്ട് ഞാൻ നല്ലോണം ചേക്ക് ഉടച്ചുണ്ടാക്കിട്ടോ. അത് കണ്ട് ഞങ്ങൾ നല്ലോണം കൂടെ ഉടഞ്ഞ് വന്നതിന് കേട്ടോ. ഇനി നമുക്ക് മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ് വേണ്ടിയത്. നല്ലോണം ഇളക്കി എടുക്കുക. അങ്ങോട്ട് പിന്നെ മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. മുരിങ്ങൻ്റെ ഇല ഇട്ടാൽ പിന്നെ ഒരു തളച്ചാൽ മതി കേട്ടോ. അടുപ്പത്ത് കിടന്നിട്ട് മുരിങ്ങൻ്റെ ഇലയൊക്കെ അതിനകത്രം വേവൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ ഊരി വെച്ച മുരിങ്ങൻ്റെ ഇല മുഴുവനും ആയിക്കൊണ്ടായിട്ട് കൊഴിച്ചടിച്ചിട്ടിട്ടോ. ഇട്ടപ്പം തന്നെ നമ്മൾ ഒരു ഇളക്കി എടുത്തത് കേട്ടോ. എല്ലായിടത്തേക്കും ഒന്ന് ആട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ. ഒരു തളച്ചേരോളം വേവിച്ചാൽ മതി. എന്താ വെച്ചാൽ കുറേ നേരം വേവിച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങൻ്റെ ഇല വേഗം കഴിച്ചിട്ടോ.
പിന്നെ തൊള്ളേക്കൊക്കെ നന്നാവില്ല. അങ്ങനെ അതാ നമ്മളെ മുരിങ്ങൻ്റെ ഇല ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ നേരെ ചട്ടി എടുത്തിട്ട് അപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചിട്ടോ. അങ്ങോട്ട് പിന്നെ ചീഞ്ചട്ടി എടുത്തിട്ട് തൂമ്പിച്ചാൻ വേണ്ടിയിട്ട് ഒരുങ്ങലെടുത്ത് ചീഞ്ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ പിന്നെ നേരെ ആ ചീരുള്ളി തൊളിച്ചിട്ടുണ്ടായിട്ടോ. അവൻ വെട്ടി മുറിച്ചാട്ടേക്ക് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് പിന്നെ കയ്യിൽ കാണുകൊണ്ട് നല്ല ഇളക്കി എടുത്തിട്ടോ. കുറച്ചൊന്ന് നിറം മാറി വന്നപ്പോൾ തന്നെ ഞാൻ അപ്പുറത്തുള്ള ചാറ്റിൻ ചട്ടിക്ക് പാർന്ന് കൊടുത്തിട്ടോ. അങ്ങോട്ട് പിന്നെ അപ്പുറത്തേക്ക് തന്നെ കോരിയിട്ട് കുറച്ച് ഇളക്കി നല്ലോണം ഇളക്കി തൂമ്പിച്ച് പിന്നെ ഞാൻ പണിക്ക് പോകാൻ വേണ്ടി നേരെ തിരുമ്പിക്കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. തിരുമ്പിക്കുളി കഴിഞ്ഞ് പിന്നെ ഔത്ത് കയറിയിട്ട് നേരെ ഒരു ബസ് എടുത്തായിട്ട് ചോറ് വിളമ്പിട്ടോ. ചോറ്റക്ക് നല്ല തളയും പൊരിച്ചതും ഉണക്കലീനിട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മുരിങ്ങൻ്റെ ഇല ചക്കക്കുരു ചാറ്റിൻ്റെ ഉള്ളും അത് തേഞ്ഞിട്ട് ഞാൻ നേരെ അടുപ്പത്ത് പോയിട്ട് ഒരു പപ്പടും ചുട്ടുണ്ടായിട്ടോ കണലിൽ. റേഷൻ പീടികത്തെ അരിൻ്റെ ചോറും ഉണക്കലിയും പൊരിച്ചതും പിന്നെ നമ്മളെ പെരേലൻ ഉണ്ടായ മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരും ഒക്കെ കൂട്ടി തിന്നുമ്പോഴുള്ളൊരു സുഖം വേറെ തന്നെ കേട്ടോ. ഇതൊന്നും നമുക്ക് ഏത് പീടിയെ പോയി തിന്നാലും കിട്ടൂല ഉച്ചക്കത്തെ വൈബൊന്നും. നാളെ നോമ്പല്ലേ വിചാരിച്ചിട്ട് ഞാൻ പള്ളർച്ച് തിന്നും ചെയ്തേനെ കേട്ടോ. ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കുകയുള്ളൂ.